ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. പകൽക്കാലം ദൈവവചനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവത്തിൻ്റെ ആലോചന ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യമാണ്. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. 4000 വർഷം മുമ്പ് ആദം ഹൗവ ദമ്പതിമാർക്ക് കൊടുത്ത ദൈവിക ദൂത് അല്ലെ ഒരു വാഗ്ദത്വം നിവർത്തീകരിക്കുവാൻ ദൈവത്തിന് സമയമായപ്പോൾ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട മറിയ എന്ന കന്യകയായ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് ഗബ്രിയേൽ ദൂതനെ യഹോവയായ ദൈവം അയച്ച് പറയുന്ന ഒരു ദൂതാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിന്റെ കാതലായ സത്യം. എന്ന് വെച്ചാൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ശക്തമായൊരു ദൂത് മറിയയ്ക്ക് ലഭിച്ചു. പക്ഷേ മറിയയ്ക്ക് അത് മനസ്സിലാക്കുവാനായി, അത് ഗ്രഹിക്കുവാനായി, അത് സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, അത് സ്തോത്രം ഹല്ലേലൂയ, ദൂതനോട് തിരിച്ച് ആളുടെ സംശയം പ്രകടിപ്പിക്കുമ്പോൾ ദൂതൻ അവൾക്ക് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ നിലനിൽക്കുന്നത്. ഒന്ന്, ദൂത് അവനോട് പറയുന്നത്, നീ ഒരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകുകയില്ല എന്ന് പറയുന്ന അതിശക്തമായൊരു ദൂത് മറിയ കേട്ട് കഴിയുമ്പോൾ മറിയ തിരിച്ച് ചോദിക്കുന്ന 2 ചോദ്യമാണ്. ഒന്ന്, ഇത് എനിക്കറിയുകയില്ല. 2, ഇതെങ്ങനെ സംഭവിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പറയുന്ന ഈ ദൂത് എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെടുന്നത് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. 2, അവൾ പറയുകയാ, ഇതെങ്ങനെ സംഭവിക്കും? ഈ 2 ചോദ്യത്തിന് ദൂതൻ കൊടുക്കുന്ന മറുപടിയാണ് നമ്മളുടെ ചിന്താ വിഷയം. ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രൈസ് ദി ലോർഡ്. 2, അത്യുന്നതന്റെ പ്രൈസ് ദി ലോർഡ് ശക്തി നിന്റെ മേൽ നിഴലിടും. ഒന്ന്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 2, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഈ 2 കാര്യം നടക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ കേട്ട ദൂത് സാക്ഷാത്കരിക്കുന്ന വിശുദ്ധ പ്രജ ഉത്ഭവിക്കും. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, മറിയേ, നിനക്ക് ഇതിലൊരു പാർട്ടുമില്ല. പരിശുദ്ധാത്മാവ് അത് ഹല്ലേലൂയ പറഞ്ഞ ദൂത് പരിശുദ്ധാത്മാവ് തന്നെ നിവർത്തീകരിച്ചു കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കറിയുകയില്ലെന്നും ഇത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് നിനക്ക് മനസ്സിലാകുന്നില്ലെന്നും അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നീ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 91-ാം സങ്കീർത്തനവും ഇതിനോട് ചേർത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാമെങ്കിൽ പ്രൈസ് ദി ലോർഡ് കുറച്ചുകൂടെ ഇത് വിശദീകരിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 91-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണല്ലോ, സ്തോത്രം, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിന്റെ കീഴിലും വസിക്കുന്ന ഒരു മനുഷ്യന്റെ 23 അനുഗ്രഹത്തെ കുറിച്ച് അവിടെ എഴുതുന്നുണ്ട്. 23 അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? സ്തോത്രം, വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് വിടുവിക്കും കർത്താവ്. ഹല്ലേലൂയ. ഈ മക്കളെ, കേട്ടക്കാരൻ കണി വെച്ചുകൊണ്ടായിരിക്കുന്നത്, നീ കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അത്യുന്നതന്റെ ഹല്ലേലൂയ സ്തോത്രം, നീ ഹല്ലേലൂയ സ്തോത്രം അത്യുന്നതന്റെ മറവിലായതുകൊണ്ട് ഹല്ലേലൂയ നീ വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നീ അത് കാണുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്.
നാശകരമായ മഹാമാരി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഇതൊക്കെ ഇല്ലെന്നല്ല, ഉണ്ടെന്ന്. പക്ഷെ നീ അത്യുന്നതന്റെ മറവിലായതുകൊണ്ട് ഇതൊന്നും നിനക്ക് ഫലിക്കുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വശത്ത് 1000 പേർ, വലത്ത് വശത്ത് 10,000 പേര് വീഴും. നീ നോക്കുമ്പോൾ ഇതൊക്കെ നീ കാണുന്നുണ്ട്. പക്ഷെ നിനക്കിത് ഫലിക്കാത്തത് നീ അത്യുന്നതന്റെ മറവിലാണെന്നുള്ളത് കൊണ്ട്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. എനിക്ക് ചെറിയ ചിന്തകൾ നിർത്തേണ്ടതുള്ളത് കൊണ്ട് സ്തോത്രം. അവൻ നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ഹല്ലേലൂയ. ഇതൊക്കെ സംഭവിക്കുന്നത് ആ മറവിന്റെ കീഴിലാണെന്നുള്ളത് കൊണ്ട്. അപ്പൊ മറിയയുമായിട്ടുള്ള ഈ ചിന്ത ഒന്ന് ഞാനിത് കണക്ട് ചെയ്യാൻ കാരണം, ഹല്ലേലൂയ, സ്തോത്രം, ആ നിഴലിന്റെ കീഴിൽ നാം ആയിക്കഴിയുമ്പോൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇതൊക്കെ അങ്ങ് ചെയ്യുകയാ. നാമായിട്ടൊന്നും ചെയ്യുന്നില്ല. നാം ഉയർത്തപ്പെടാനും, ഹല്ലേലൂയ, നാം കടിയിൽ നിന്ന് വിടുവിക്കപ്പെടാനും ഒക്കെ നമ്മളൊന്നും പലതും ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പകരം ദൈവം അതൊക്കെ അങ്ങ് ചെയ്തു തരുന്നു എന്നുള്ളതാണ് പകൽക്കാലം നാം അറിയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരുഭൂമി യാത്രയിൽ, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ അവർ മുൻപോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിന്റെയും നിഴലായിരുന്നു. മരുഭൂമി ചൂടില്ലാഞ്ഞിട്ടല്ല, അവിടെ തണുപ്പില്ലാഞ്ഞിട്ടല്ല, അവിടെ പറക്കുന്ന തേളില്ലാഞ്ഞിട്ടല്ല, അവിടെ പാമ്പില്ലാഞ്ഞിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ സ്തോത്രം ഈ ഇവർക്ക് രോഗമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അവർ, ഹല്ലേലൂയ, മേഘത്തിന്റെയും അഗ്നിസ്തംഭത്തിന്റെയും നിഴലിലും മറവിലും ആയിരുന്നത് കൊണ്ട് അവർക്ക് ഇതൊന്നും ഫലിച്ചില്ല എന്ന്. ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവജനവുമായി സംസാരിക്കുമ്പോൾ പറയാനുള്ള വാക്കിതാ: വിശ്വസിക്കുക എന്നതാണ് വാഗ്ദത്ത നിവർത്തീകരണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറിയ പറഞ്ഞതുപോലെ പലതും അറിയത്തില്ല, പലതും ഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല. ഇതെങ്ങനെ നടക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ തലയിൽ ഇതൊന്നും ഉൾക്കൊള്ളൂല. പക്ഷേ വിശ്വസിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഉള്ള ഒരു വാക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറിയ അവസാനം പറയുന്ന ഒരു വാക്ക് ഇതിനോട് ചേർത്ത് പറയട്ടെ: ഇതാ നിന്റെ ദാസി, നീ പറഞ്ഞതൊക്കെയും എന്നിൽ സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ അത് നിവർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും. നീ ആ നിഴലിൽ അങ്ങ് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 91 സങ്കീർത്തനത്തിന്റെ വിശുദ്ധീകരണത്തിൽ നമ്മൾ കണ്ടതുപോലെ, ഹല്ലേലൂയ, ദൈവം ആ നിഴലിന്റെ കീഴിലായിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യുകയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയയോട് പറഞ്ഞതുപോലെ നിനക്ക് പലതും അറിയത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. നിനക്ക് പലതും അറിയത്തില്ല. ഹല്ലേലൂയ. നിന്റെ മനസ്സിനകത്ത് ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യവും നിന്റെ മനസ്സിലുണ്ട്. പക്ഷെ ദൈവത്തിന് പറയുവാനുള്ള സ്റ്റെപ്പ്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ ഇതൊക്കെ മറിയേ, ഞാൻ പറഞ്ഞ ദൂത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ജനവുമായി സംസാരിക്കുവാൻ എൻ്റെ ഉള്ളിൽ
നീ തന്ന ദൈവാലോചനയ്ക്കായി സ്തോത്രം. അത്യുന്നതന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ സർവ ശക്തിയുള്ള ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങ് തന്ന ഈ ആലോചന കർത്താവേ അങ്ങയുടെ ജനത്തിലേക്ക് ഞാൻ കൈമാറി. ഇത് ഈ വചനം കേൾക്കുന്ന, ഈ ആലോചനകൾ കേൾക്കുന്ന ജനത്തിന് സംഭവിക്കണമേ. പലതും എങ്ങനെ സംഭവിക്കുമെന്ന് അടിയങ്ങൾക്ക് അറിയില്ല. ചിന്തിച്ചു നോക്കിയാൽ കർത്താവേ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഭയമാണ്. ഞങ്ങൾക്ക് അതൊന്ന് ചിന്തിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ മനസ്സിൽ കർത്താവേ അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ, ആ ശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൂതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാ നിന്റെ ദാസി, ഇതാ നിന്റെ ദാസൻ. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ജനത്തോട് പറഞ്ഞ ദൂത്, കൈമാറിയ ദൂത് സംഭവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്ക് അയച്ചു ക്രിസ്തുവേശ്വർ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. അനുഗ്രഹീതമായൊരു ദിനം ദൈവം ജനത്തിന് തരട്ടെ. ഗോഡ് ബ്ലെസ് യു.